ഗുഡ് മോർണിംഗ്. ഇന്നൊരു യാത്രയാണേ. യാത്രയെന്ന് പറഞ്ഞാൽ ഏട്ടൻ അവധിയുള്ള ദിവസം അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് ചെയ്തു തീർക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ പോകും. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു സർബത്തിൻ്റെ ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ഒരു പാൽ സർബത്തും പിന്നെ ഒരു ഓറഞ്ച് സർബത്തും കൂടെ വാങ്ങിയായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അത് കഴിച്ചിട്ട് വേറെ 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞെന്ന് വെച്ചാൽ 3 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടുത്തെ മീൽസ് ഞങ്ങൾക്ക് 2 പേർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഇനി പാർക്കിലോട്ട് കയറാമെന്ന് വെച്ചിട്ടായിരുന്നു വന്നത്. അപ്പോൾ പിന്നെ അവിടുന്ന് മലമ്പുഴയ്ക്ക് പോകാമെന്നുള്ള തീരുമാനം എടുത്തിട്ട് നേരെ മലമ്പുഴയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. മലമ്പുഴ എന്തോ റിനോവേഷൻ വർക്കൊക്കെ ആയിട്ട് അടച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കയറാൻ പറ്റത്തില്ലോ. ആ വഴിക്ക് നേരെ കവയിലോട്ട് വെച്ച് പിടിച്ചു. അപ്പോൾ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കപ്പ വറക്കുന്നിടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് കപ്പയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ ഒരാൾക്ക് വിശപ്പ് തുടങ്ങുമല്ലോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചതായിരുന്നു സാധനങ്ങൾ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കപ്പ. നമ്മളെങ്ങനെ വീട്ടിൽ വറുത്താലും ഈ ഒരു ടേസ്റ്റ് വരത്തില്ല. നല്ല പേപ്പർ പോലെ ഇരിക്കും. അങ്ങനെ കാടിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ നമ്മൾ കവയിലെത്താറായി. ഇപ്പോൾ ഈ റീസെൻ്റ് ഇവിടെ ഒരു ടീ ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത് നമ്മൾ കുറച്ച് ഹൈറ്റിലായിട്ട്, അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കവയൊക്കെ കാണാൻ പറ്റുന്നത് പോലത്തെ ഭയങ്കര അടിപൊളി വ്യൂ ഉള്ള ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ കയറിയിട്ട് ഒരു ചായയും കുടിച്ചു. കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നു കേട്ടോ. അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കുറച്ച് സമയം ഇരുന്നു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതും നല്ല മഴയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴ. എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി ഇരിക്കണം എന്നൊക്കെ വെച്ചിട്ടായിരുന്നു വന്നത്. അപ്പോൾ കവയിലെത്തുന്നിടത്ത് നമ്മൾ ഇറങ്ങുന്ന സൈഡ് ഫുള്ള് വെള്ളമായിരുന്നു. നല്ല ഹൈറ്റിൽ വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്ന ഈ ഒരു സൈഡൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പം വെള്ളത്തിൽ ഇറങ്ങി നിന്ന സ്ഥലമാണ്. അതായത് തീരെ വെള്ളമില്ലാതിരുന്ന സമയമായിരുന്നു. ഇപ്പോൾ എന്തായാലും അവിടെ ഇറങ്ങാനും പറ്റത്തില്ലായിരുന്നു. വണ്ടി കൊണ്ടിട്ട് കുറച്ച് സമയമൊക്കെ മഴ കണ്ടു. പിന്നെ തിരിച്ച് വീട്ടിലോട്ടെത്തി മുറ്റത്തെത്തിയപ്പോഴത്തേക്ക് ഒരു കൂണും കിട്ടി. ഇട്ടിരുന്ന ഷൂവിൻ്റെ ലിങ്ക് താഴത്തെ ലോങ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ.